അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവർക്കും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ വിഷു ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ വിഷുവിൻ്റെ ചെറിയ ചെറിയ ക്ലിപ്സും സംഭവങ്ങളൊക്കെയാണ്. വിഷു വ്ളോഗ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ടൊന്നും പ്രതീക്ഷിച്ച് പോരുത്. കാരണം ജസ്റ്റ് ഒരു നോർമൽ ഡേ തന്നെയായിരുന്നു. ആകെപ്പാടുള്ള വ്യത്യാസം എന്ന് പറയുന്നത് കണി കാണലും കൈനീട്ടം കെട്ടലും പിന്നെ നോർമൽ ഉണ്ടാക്കുന്ന ഫുഡിനേക്കാളും കൂടുതൽ കുറച്ചും കൂടി ഉണ്ടാക്കുന്നു. അത്രക്കൊരു ചേഞ്ചസ് ഒക്കെ തന്നെ ഉള്ളൂ. ഇതൊക്കെ നമ്മുടെ വിഷുവിൻ്റെ തലേദിവസത്തെ ക്ലിപ്സാണ്. വിഷുവിൻ്റെ തലേദിവസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ക്ലീനിങ് അത് ഇത് കുക്കിംഗ് അങ്ങനെ എല്ലാം മൊത്തത്തിൽ തിരക്ക് പിടിച്ചൊരു ദിവസമായിരിക്കും. അങ്ങനെ മൊത്തത്തിൽ ക്ലീനിങ്ങും പരിപാടികളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ പിറ്റേ ദിവസം കണ്ട കണിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടായിരിക്കും കിടന്നുറങ്ങാം. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ വീട്ടിലെ ഒരു ചെറിയൊരു വിഷുക്കണി. അപ്പോൾ ഞാനും ഇങ്ങോട്ടാണ് ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചത്. അങ്ങനെ രാവിലെ തന്നെ എണീറ്റ് കണിയൊക്കെ കണ്ട് കഴിഞ്ഞിട്ടൊക്കെ മേടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ആസ് യൂഷ്വൽ പുറത്തിറങ്ങി പ്രകൃതി രമണിയൊക്കെ ഒന്ന് ആസ്വദിച്ചു. ആ നേരത്താണ് ഈ ഒരു ആന പോയത്. അപ്പോൾ അതും കൂടി ഒന്ന് വെറുതെ വീഡിയോ എടുത്ത് നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കുളിച്ച് റെഡിയായി നമ്മൾ അമ്പലത്തേക്ക് ഇറങ്ങി. അമ്പലം ഇവിടെ അടുത്ത് തന്നെയാണ്, അതുകൊണ്ട് നടന്നാണ് പോയത്. ഞാനും അമ്മയും കൂടിയിട്ടാണ് അമ്പലത്തേക്ക് പോയത്. ഇവിടെ അടുത്തുള്ളൊരു കൃഷ്ണൻ്റെ അമ്പലത്തേക്കാണ് പോയത്. അപ്പോൾ അത് കഴിഞ്ഞ് അവിടുന്ന് തൊഴുതിറങ്ങിയപ്പോൾ തൊട്ടടുത്ത് തന്നെ വേറൊരു അമ്പലം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയും കൂടി ഒന്ന് കയറി തൊഴുതു. പിന്നെ നേരെ വീട്ടിലേക്ക് എത്തി. വീട്ടിലെത്തിയപ്പോൾ പിന്നെ അവൻ്റെ കൂടെ കുറച്ച് നേരമൊക്കെ ഇരുന്നു. പിന്നെ അധികം നേരം നമുക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റില്ല. അടുക്കളയിൽ ചെറിയ ചെറിയ പണികളൊക്കെ ഉണ്ട്. എന്തായാലും വിഷുക്കില്ല, അപ്പോൾ ചെറിയൊരു സദ്യക്ക് ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെറിയൊരു സദ്യക്ക് ഉണ്ടാക്കി. പിന്നെ ഇങ്ങനത്തെ എന്തെങ്കിലും പരിപാടികളൊക്കെ വരുമ്പോഴായിരിക്കും കൂടുതലും പായസമൊക്കെ ഉണ്ടാക്കുക. അതുകൊണ്ട് കുറച്ച് പായസം കൂടി അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉച്ചയായി, നമുക്ക് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്ന ടൈമായി. അങ്ങനെ സദ്യ എന്നൊന്നും പറയാൻ പറ്റില്ല, ഇതൊരു സദ്യയുടെ മിനി വേർഷൻ അങ്ങനെയും പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം കുറച്ച് കറികളെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം ഞങ്ങളുടെ വീട്ടിൽ അതിനുള്ള ആളംഗസംഖ്യ ഒന്നുമില്ല. അപ്പോൾ നോർമൽ ഉണ്ടാക്കണേക്കാളും കുറച്ചും കൂടി കറികളൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു ചെറിയൊരു സദ്യക്ക് ഉണ്ടാക്കിയിട്ട് നമ്മളങ്ങനെ കഴിച്ചു. പിന്നെ വിഷുവായിട്ട് അങ്ങനെ ഫോട്ടോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഉച്ചയ്ക്ക് ഫോട്ടോ എടുക്കണം, കുറച്ച് പ്രൊഡക്ട്സ് ഉണ്ടായിരുന്നു, അതൊക്കെ അൺബോക്സ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പക്ഷേ പായസം കുടിച്ചതിൻ്റെ ഒരു ഇതിൽ ഒരു 5 മിനിറ്റത്തേക്ക് എന്ന് പറഞ്ഞ് കിടന്നതാ. പക്ഷേ എണീറ്റ് 5 മണി 5:30 ആയിട്ടുണ്ടായിരുന്നു. ആ നേരത്താണെന്നുണ്ടെങ്കിൽ നല്ല മഴക്കാരും മഴ വരാൻ വേണ്ടിയിട്ടുള്ളൊരു തയ്യാറെടുപ്പുകളൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഫോട്ടോ എടുത്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പിന്നെ ആ ഒരു നേരത്ത് പിന്നെ വിഷുവിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഞാൻ എവിടെ കൊണ്ടിടാനാണ്? അപ്പോൾ അത് കാരണം അങ്ങനെ ഫോട്ടോ എടുക്കാനൊന്നും തന്നില്ല. പിന്നെ മഴയൊക്കെ കണ്ട് പായസമൊക്കെ കുടിച്ച് അങ്ങനെ അവിടെ ഇരുന്നു. പിന്നെ രാത്രി ഇപ്പോൾ ഒരാൾക്ക് ഭയങ്കര പരാതിയും വരുമ്പോൾ അപ്പോൾ അവനെ കൊണ്ടൊന്ന് നടക്കാനൊക്കെ ഇറങ്ങി. അപ്പോൾ അത്രയ്ക്കൊക്കെ തന്നെ നമ്മുടെ വിഷു എന്ന് പറയുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നിങ്ങളുടെ വിഷു എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ ഇത്രയും നേരം നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ ശരി.